ഈ ഭാഗവതം ആരെങ്കിലും കയ്യിലുണ്ടോ, കണ്ടിട്ടുണ്ടോ നോക്കൂ. ഇത് 1987 ഏഴിലാണ് ഈ പതിപ്പ് ഇറങ്ങിയേക്കണമെന്ന് ഒരു സംശയം. അതിൽ 30 ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ 1987 എഴുതിയേക്കണത്. ഈ ബുക്ക് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത് 2 വോളിയമായിട്ടാണ് ശ്രീമദ് ഭാഗവതം ഇറങ്ങിയേക്കണത്. ഈ ഭാഗവതം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ഇപ്പോഴത്തെ ശ്ലോകങ്ങളൊന്നല്ല കേട്ടോ. ഇതിൽ പഴയ ശ്ലോകങ്ങൾ, അതിനർത്ഥങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. പിന്നെ അതിൽ കഥകളുണ്ട്. ശരിക്കുള്ള ഭാഗവതം ഇതാണ്. ഈ ഭാഗവതം, ഇപ്പോഴത്തെ ഭാഗവതം ഞാൻ നോക്കി, അതും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതിലത്തെ ഒരു ശ്ലോകവും അതിൽ കാണാനേ ഇല്ല. നോക്കൂ, നിങ്ങൾ അതിൻ്റെ റിപ്ലൈ ചെയ്യാം. അനിത ശങ്കരനാരായണൻ, എൻ്റെ അച്ഛൻ്റെ പുരാവസ്തു കുറേ ബുക്കുകളുണ്ട്, അതിൽ തപ്പിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഈ ബുക്ക് ഞാൻ കഥ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത്. ഭാഗവതം വായിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇതിലത്തെ എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത്. നോക്കൂ, കണ്ട പണ്ടത്തെ കൃഷ്ണനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. നോക്കൂ നിന്നിട്ടാ. ഇത് ആൾക്കാരെല്ലാം ഉണ്ടാവാൻ വഴിയില്ല. ഞാനിത് വായന കഴിഞ്ഞിട്ട് ആരെങ്കിലും പുതുക്കി ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഇത് ബുക്ക് അങ്ങോട്ട് തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ഇങ്ങനെ പ്രസ്സിലടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണവർക്ക് വേണമെങ്കിൽ നോക്കാം. ഞാനിത് കൊടുക്കാൻ ഉദ്ദേശിക്കില്ല. പക്ഷെ ആയിരിക്കും ഇത് നോക്കൂ.